അപ്പൊ നമുക്കൊരു സൂപ്പർ പുൽക്കൂട് ഉണ്ടാക്കി നോക്കിയാലോ? കയ്യിൽ കാർട്ടൺ ബോക്സ് ഉണ്ടെങ്കിലേ എടുത്തോ, നമുക്കപ്പോ ഉണ്ടാക്കി നോക്കാം. ഇതാണ് മെഷർമെന്റ്. ഈ മെഷർമെന്റിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ സെന്റർ പോർഷൻ ഒന്ന് റിമൂവ് ആക്കുന്നുണ്ട്. അത് നമ്മുടെ ജനലാണ്. അത് കഴിഞ്ഞിട്ട് ദേ ഇതുപോലെ നമ്മുടെ സ്റ്റിക്ക്, ഇപ്പൊ എനിക്ക് സ്റ്റിക്ക് കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് 1 to 10 പോയപ്പോ കിട്ടിയ സ്റ്റിക്ക് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത. നിങ്ങൾക്ക് ഈ ഓലമടലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാമെങ്കിൽ ആ സ്റ്റിക്ക് മതിയാകും. അതുപോലെ നമ്മുടെ ബ്രിക്സിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കാർട്ടൺ ബോക്സ് രണ്ടായിട്ട് ഇതൊന്ന് മാറ്റി കിട്ടുമ്പം അതിന്റെ നടുക്ക് ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരുന്നത്. ഈ കാർട്ടൺ ബോക്സ് ഇച്ചിരി ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ഞാൻ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് തികയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് നോക്കിയിട്ടാണ് ബാക്കി പോർഷൻ കട്ട് ചെയ്തത്. ഇതുപോലെ ഫുൾ ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അടുപ്പിച്ചല്ല, ഗ്യാപ്പ് ഇട്ട് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. സൈഡ് പോർഷനും ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ജനലിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ആ സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റിക്ക് തമ്മിൽ ഒട്ടിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ കാർട്ടൺ ബോക്സുമായിട്ട് അത് ജോയിൻ ചെയ്തിട്ടില്ല. അത് ലാസ്റ്റിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡിലും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ജനലിന്റെ ആ കമ്പി വരുമല്ലോ, ആ കമ്പിക്ക് പകരം പണ്ട് കാലത്ത് കമ്പി അല്ലാത്ത തടിയാണെന്നുള്ള ഇതില് നമ്മൾ തടിക്ക് പകരം ഇതുപോലെ ആ സ്റ്റിക്ക് തന്നെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് രണ്ട് സൈഡിന് വേണ്ടിയിട്ടുള്ളതും കൂടി എടുക്കുന്നുണ്ട്. 9x8 18x15 വെച്ചിട്ട് എടുത്തിട്ട് അതും ഇതുപോലെ ഒട്ടിച്ച് കളർ ചെയ്തൊന്ന് എടുത്തു. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ആ സ്റ്റിക്ക് ഒട്ടിച്ചെടുത്തില്ലേ, ആദ്യത്തിന്റെ ഫ്രണ്ടിലൊന്ന് സ്റ്റിക്കാക്കി കൊടുത്തു. എന്നിട്ട് മോൾ ഭാഗത്ത് ഞാൻ വെച്ചേക്കുന്നത് 20x19 ആണ് രണ്ട് സൈഡ്, 20x15 ആണ് ആ കുഞ്ഞു സൈഡിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ പുല്ല് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. വൈക്കോലൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് മുനിസിപ്പാലിറ്റി വെട്ടിക്കളഞ്ഞ പുല്ല് ഞാൻ പോയി പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പം അതാണ് ആ മുകളിൽ വെച്ചിട്ടുള്ളത്. ബാക്കി കട്ട് ചെയ്ത് നമ്മുടെ പുൽക്കൂടിനകത്തും കുറച്ച് ഗ്ലൂ ഇട്ടിട്ടാണ് ഇട്ടത്, എടുക്കുമ്പോൾ താഴെ പോണ്ടെന്ന് കരുതിയിട്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ പുൽക്കൂടിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നോർമലി എനിക്ക് തോന്നുന്നു ക്രിസ്മസിന്റെ അന്നാണ് ഉണ്ണിയേശുവിനെ വെച്ച് കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ആള് കുറവായതുകൊണ്ട് ഉണ്ണിയേശുവിനെയും കൂടെ വെച്ചിട്ടങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നേ. ഞാൻ അതും കൂടി ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നോണ്ട് അവൻ ഉരുണ്ട് വീണുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പൊ തൽക്കാലം ഞാൻ അവനെ ഇപ്പൊ വീഡിയോ എടുത്തതിന് ശേഷം മാറ്റി വെച്ചു. അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ട് നല്ല സൂപ്പർ ഒരു പുൽക്കൂടായിരിക്കും.